പ്രധാനമന്ത്രിക്കെതിരായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഖാർഗെക്ക് ഒരു നോട്ടീസ് നൽകിയിരുന്നു. ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസാണ് നൽകിയത്. അതിനിപ്പോൾ കോൺഗ്രസ് മറുപടി നൽകിയിരിക്കുകയാണ്. ഖാർഗെ പെരുമാറ്റ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നും പ്രധാനമന്ത്രിക്കെതിരായ വിമർശനത്തിലെ ഒരു വരി മാത്രം അടർത്തിയെടുത്തു നൽകിയ പരാതിയിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നുമാണ് വിശദീകരണം. ബി.ജെ.പി. നേതാക്കളുടെ ചട്ടലംഘനങ്ങൾ കമ്മീഷൻ കണ്ടില്ലെന്ന് നടിച്ചു. വ്യക്തമായ മറുപടി സമർപ്പിക്കാൻ ഒരാഴ്ച കൂടി സമയം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ, പ്രധാനമന്ത്രി ചട്ടലംഘനം നടത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടി പരാതി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അതിലൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഖാർഗെക്കാണെങ്കിൽ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷപാതപരമായ സമീപനമാണ്, ഇത് ശരിയല്ല എന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. നോട്ടീസിൽ എന്ത് വിശദീകരണമാണ് നൽകുന്നത്? അത്തരത്തിലുള്ള വിലയിരുത്തലിലേക്ക് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ പൊതുമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിനെ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെ കടന്നാക്രമിക്കുന്ന തരത്തിലേക്കുള്ള ചട്ടലംഘനങ്ങൾ നടത്തിയിട്ടുള്ളത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നെങ്കിൽ പോലും ഒരു ചൂണ്ടുവിരൽ പോലും ഉയർത്താനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടി പോലും ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ ബി.ജെ.പി. നേതാക്കൾ കൊടുത്തിട്ടുള്ള പരാതിയിൽ 6 മണിക്കൂറിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുകയും മല്ലികാർജ്ജുൻ ഖാർഗെയോടും കോൺഗ്രസിനോടും വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 24 മണിക്കൂർ സമയമാണ് ഈ വിശദീകരണം നൽകാൻ കോൺഗ്രസ് അധ്യക്ഷനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം അനുവദിച്ചിരുന്നത്. എന്തായാലും ഈ സമയം ആണ് ഇപ്പോൾ പ്രധാനമായും വലിയ വിമർശനമാക്കിക്കൊണ്ട് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത് തിടുക്കത്തിലാണ്. 6 മണിക്കൂറിനകം തന്നെ നടപടി സ്വീകരിച്ചു. അതോടൊപ്പം ഈ മറുപടി നൽകാൻ 24 മണിക്കൂർ മാത്രമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു നീതിയുടെ ലംഘനമാണ് എന്നുള്ള വിമർശനമാണ് ഈ മറുപടിയിൽ പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയിട്ടില്ല. ഭീകരവാദി എന്ന് അദ്ദേഹത്തെ തുറന്ന് പ്രസ്താവിക്കുകയായിരുന്നില്ല. അതോടൊപ്പം തന്നെ അതിന്റെ വിശദീകരണം അടക്കം ഇപ്പോഴും പൊതുമധ്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഈ മറുപടിയിൽ കോൺഗ്രസ് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ബി.ജെ.പി. നേതാക്കളുടെ ചട്ടലംഘനങ്ങൾ എല്ലാം തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രി പൊതുമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെ ക്രൂരമായി തന്നെ ആക്രമിച്ചു. അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തി. ഇതൊന്നും തന്നെ ചട്ടലംഘനമായി എടുക്കാനോ ഇതിനെതിരെ വിശദീകരണങ്ങൾ തേടാനോ ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ ഏകപക്ഷീയമായിക്കൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ ഒരു ആഞ്ഞടിക്കാനുള്ള അല്ലെങ്കിൽ ഏകപക്ഷീയ ഇടപെടലാണ്. ഒരു വിശദമായ മറുപടി നൽകാൻ ഇനിയും സമയം വേണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. റഷീദ് ബിൻ മുഹമ്മദാണ് വിവരങ്ങൾ നൽകി.